കുറച്ച് കരച്ചിലും ബാക്കിയുള്ള കുത്തിതിരിപ്പൊക്കെ ഒഴിപ്പിച്ച് ഇളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് കാശ് തരുന്നുണ്ട്, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയെടുക്കണ്ടേ? ഫുഡിന് അത്രയും വലിയതൊന്നും വേണ്ട, ഒരു നേരം ഒരെണ്ണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുള്ളിക്കാരി മേ ബി വിചാരിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും എന്നെ പാമ്പർ ചെയ്ത് പോവും എന്നൊരു മൈൻഡോടെ ആയിരിക്കുമോ അനുമോള് വന്നേന്ന് എനിക്ക് ഡൗട്ട്. നമ്മുടെ ബിഗ് ബോസിന്റെ പുതിയ അനാലിസിസിലേക്ക് നമുക്ക് പോയാലോ ചേച്ചി? എല്ലാവർക്കും സ്വാഗതം. ചേച്ചി, ഇന്ന് ഞാൻ വിചാരിക്കുന്ന നമ്മുടെ ബിഗ് ബോസിലെ കണ്ടന്റ് മേക്കർ എന്ന് പറയും പ്രാവശ്യത്തെ അനുമോളെ പറ്റിയാണ്. അനുമോള് കണ്ടന്റ് മേക്കർ അല്ല, അവള് അത്യാവശ്യം എന്താ പറയാനായിട്ട് അനുമോള് എനിക്ക് തോന്നിയതാണ്, കുറച്ച് കരച്ചിലും ബാക്കിയുള്ള കുത്തിതിരിപ്പൊക്കെ ഒഴിപ്പിച്ച് ഇളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് നല്ലൊരു പ്ലെയർ തന്നെയാണ് പുള്ളിക്കാരി. പക്ഷെ അനാവശ്യമായിട്ട്, കാരണം കഴിഞ്ഞ ലാലേട്ടൻ വന്ന എപ്പിസോഡിന് ശേഷം ലാലേട്ടൻ കുറച്ച് പുള്ളിക്കാരിയുടെ അടുത്ത് ഹാർഷായിട്ട് സംസാരിച്ചായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി ആദിലയോട് സംസാരിക്കുന്ന ഒരു സംഭാഷണം എങ്ങനെയായിരുന്നു? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നേ? എനിക്ക് കാശ് തരുന്നുണ്ട്, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയെടുക്കണ്ടേ? കണ്ടന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജോലിയാണ്. കിച്ചണിലും അതുപോലെയാണ് പറയുന്നത്, മാത്രം കുക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഫുഡിന് അത്രയും വലിയതൊന്നും വേണ്ട, ഒരു നേരം ഒരെണ്ണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഇപ്പൊ ഒന്ന് മതിയായിരിക്കും, പക്ഷെ എല്ലാവരുടെയും വിശപ്പ് അങ്ങനെയായിരിക്കില്ലല്ലോ. ഫുഡ് അവിടെ ആവശ്യത്തിനുണ്ട്, പക്ഷെ എല്ലാത്തിനും മേൽക്കോയ്മ അനുമോൾക്ക് വേണം. എനിക്കും അങ്ങനെ. എന്നാലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, കണ്ടന്റ് മേക്കർ ആണ് അനുമോള്. പക്ഷേ എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെ സ്റ്റാർ മാജിക്കിലൊക്കെ വന്നപ്പം പുള്ളിക്കാരിനെ എന്താ ഒരു അനിയത്തി കുട്ടീനെ പോലെ എല്ലാവരും പാമ്പർ ചെയ്ത് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു കാണുന്നത്. അതേനെ. പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പം പുള്ളിക്കാരി ചിലപ്പോ വന്നപ്പോഴേ അവിടെ എല്ലാവർക്കും വേറെ ഒരു എല്ലാവർക്കും കിട്ടുള്ളു. അപ്പൊ ഇത് അങ്ങനെയല്ല, ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ കിട്ടുള്ളൂ കപ്പ്. അപ്പൊ ഇവിടെ വരുമ്പോ അനിയത്തി കുട്ടി കളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി മേ ബി വിചാരിച്ചിട്ടുണ്ടായിരിക്കും എല്ലാരും എന്നെ പാമ്പർ ചെയ്ത് പോവും എന്നൊരു മൈൻഡോടെ ആയിരിക്കുമോ അനുമോള് വന്നേന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്ത് പറഞ്ഞാലും കരച്ചിലാണ്. ഒരു ഫോട്ടോ ഇപ്പം ബിഗ് ബോസ് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കത്തിച്ചാൽ പോലും എന്റെ ഫോട്ടോ ആരും കത്തിച്ചില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിലെ ഈ അവിടെ ഉള്ള കണ്ടസ്റ്റന്റുകളല്ല ഇവരെ മനഃപൂർവ്വം ചെയ്യുന്നത്, അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ്. അങ്ങനത്തെ ഒരു ക്രൂക്ക്ഡ് ഗെയിം ഷോ അതുകൊണ്ട് ഒരു ബാഡ്ജ് വെച്ചിരുന്നില്ലേ? അതെ, അതിന്റെ കണ്ണിനെയൊക്കെ പൊട്ടിച്ച് മറ്റേ മീശയൊക്കെ കൊമ്പം ഇതൊക്കെ ആക്കി. അത് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞൊരു എപ്പിസോഡ് കണ്ടപ്പോ തോന്നിയത് അനുമോള് എന്താ പറയാ, ഇപ്പം ഒരു വ്യക്തി നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അനുമോൾക്കില്ല. അനുമോള് പറയുന്നത് മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റാണ്, താൻ മാത്രമാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്, തന്നെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നുണ്ട് എന്നൊരു മെന്റാലിറ്റിയോടെയാണ് അനുമോള് പോകുന്നത്. എല്ലാരും കോർണർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ ഞാൻ എന്നെ അവിടെ ഫീൽ ചെയ്ത് നോക്കി, എങ്ങനെയെന്നറിയാമോ? ആണ്, പക്ഷേ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് കൂടെ നിന്നവരായിരുന്നു ആദില, നൂറ, മറ്റേ ശൈത്യൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആദിലയ്ക്കൊക്കെ ഏകദേശം മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ നമ്മോടത്ത് സംസാരിക്കും കണ്ടന്റിന് വേണ്ടി മാത്രം. അല്ല, ഇപ്പൊ പുതിയ 5 പേര് വൈൽഡ് കാർഡ് വന്നില്ലേ, അവരും ഇവരുമായിട്ട് ഇത്തിരി എന്തോ, അതിലെ ഒരു കുട്ടിയുണ്ടല്ലോ മസ്താനയും ഈ കുട്ടിയായിട്ട് നല്ല ഇച്ചിരി ഒരു അടുപ്പത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ളവരെ വേണ്ട. അങ്ങനെയൊക്കെ പക്ഷെ നല്ല ഗെയിമറാണ് കേട്ടോ, നല്ലൊരു ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെങ്കിൽ പോലും സംസാരിക്കേണ്ട അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ നമ്മൾ കണ്ട ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്ലീനിങ് അവര് കുറച്ച് സൈഡിൽ വേസ്റ്റ് ഇങ്ങനെ വെച്ച് ടിഷ്യൂ പേപ്പർ ഇതൊക്കെ അവരെടുക്കുന്നത് പോലും ഇല്ല. പക്ഷേ ഈ കുട്ടി കുളിച്ചിട്ട് വന്നിട്ട് മറ്റുള്ള ഡ്രസ് മേക്കിംഗ് മറ്റേ മേക്കപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നേ. അന്നേരം ഓടിച്ചെന്നിട്ട് നെവിനെ വിളിച്ചിട്ട് ഇതിനെ വേസ്റ്റ് ബിന്നിൽ നിന്ന് മാറ്റി കവറിൽ കെട്ടി അത് മാറ്റി വയ്ക്കുന്നു. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കരച്ചിൽ ഒരു കുഞ്ഞുമാവ കൈ വെച്ചിട്ടുണ്ട്, ഒരു ബേബി ഡോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള. അല്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. അതിനെ വെച്ചിട്ടാണ് ഇപ്പോൾ കളി എന്ന് വെച്ചാൽ അതിനെ ഉറക്കുന്നു, അതിനെ ഒരു ബോക്സിലിട്ട് ഉറക്കി ഇതിന് വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ആര്യം നടക്കുന്നുണ്ട്. ഇതിനെ എടുത്തുകൊണ്ട് വന്ന് മരത്തിൽ കെട്ടിയിടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഈ കുഞ്ഞുമാവയും കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്നുള്ളത്. പുള്ളിക്കാരിക്ക് ഇപ്പം മേ
ബി അവിടെ ആരും ഓക്കെ ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഓക്കെ ആവാത്തതെന്ന് ഞാൻ ചോദിക്കട്ടെ, എവിടെ ചെന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഇതുമായിട്ട് അങ്ങ് ചേർന്ന് പോവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മാത്രമായിട്ട് ഒരു സ്പേസ് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അമ്മേനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിൽ ചോദിച്ച കാര്യമുണ്ട്, ഇതൊക്കെ അനുമോള് മനസ്സിലാക്കിയിട്ടല്ലേ ബിഗ് ബോസിലോട്ട് വന്നത്? ഇവിടെ സീസൺ വരെ ഉണ്ടായിരുന്നില്ല, ഇത് 7ാമത്തെ സീസണാണ്. അതും 7ന്റെ പണി എന്നൊരു ടാഗ് ലൈനോടെ വന്നതാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഫുഡ് ഇങ്ങനെ കിട്ടത്തുള്ളൂ, എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടായിരിക്കും, അറിഞ്ഞിട്ടാണ് വരുന്നത്. ഇതിൽ വന്നവരാരും ഫുഡ് കഴിക്കാനില്ലാത്തവരോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവരോ ഒന്നും അല്ല, എല്ലാവരും അത്യാവശ്യം ജീവിക്കാനുള്ളവരൊക്കെ തന്നെയാണ് ഇത് എത്ര ഇല്ലെങ്കിൽ. പക്ഷേ ഇതിനകത്ത് പണി കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ടല്ലേ വന്നത് ബിഗ് ബോസിലോട്ട്. പിന്നെ എന്തിനാ ഇവിടെ വന്നിരുന്ന് ഓവർ ഷോ കളിക്കുക? ഞാൻ പറയുന്നത് അവരവരാൽ കഴിയുന്ന രീതിയിൽ നല്ല ഗെയിമറായി കളിക്കുക. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. കാരണം ഇതിപ്പോ 100 ദിവസം കൊണ്ട് തീരും. അതെ, എനിക്കിപ്പോ ബിഗ് ബോസ് ഷോ കാണുമ്പോഴായിരുന്നാൽ പോലും ആരാണോ ജെനുവിനായിട്ട് നിൽക്കുന്നത് ഞാൻ അവരോടൊപ്പം നിൽക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ എപ്പോഴും കണ്ണീരും കരച്ചിലുമായിട്ട് പോകുമ്പോ ഇതെന്താ സീരിയലാണോ? ഇഷ്ടമാണ് അത് ഒരു പരിധി വരെ. പിന്നെ കറക്റ്റ് ഒരു ഇമോഷണൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, അതില്ലേ ഇപ്പൊ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് ഞാനും ഫൈറ്റ് ചെയ്യണം. കാരണം അതാണ് ഷോ, അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതാണ് എന്നും കരുതി ഏത് സമയം സദാസമയം അടികൂടണം. ഇതിൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ കേട്ടോ, നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഭാഷകളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാം. തെറിവിളി ഒന്നാമത്തെ ഇതില് തെറിവിളി, പിന്നെ എവിടെ എന്നിട്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഈശ്വര, ഇവര് തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കുള്ള ടെൻഷൻ എന്തെന്നാ, ഈ കാഴ്ചക്കാരെ നമുക്ക് ടെൻഷൻ, ഇവന്മാര് തമ്മിൽ ഇനി അടിച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അറിയാന്നുള്ളത്. എന്തായാലും അനുമോളെ പറ്റി പറയാനുള്ളത്, പുള്ളിക്കാരി നല്ലൊരു ഗെയിമർ തന്നെയാണ്, നല്ല രീതിയിൽ ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലത്തെ ദോശ കണ്ടായിരുന്നല്ലേ? എന്റെ പൊന്നു, അത് വളരെ നല്ല ദോശയെന്ന് ആരും കഴിച്ചില്ല. ഒരു അരത്തവി മാവാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കി, ചിലപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഒരു ഇത്രയും നമ്മൾ ഈ കൈയിൻ്റെ റൗണ്ടിൽ മീൻസ് തട്ട് ദോശ ഉണ്ടല്ലോ, അതിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈശ്വര, അത് പുളിരസം, അത് അവർ തന്നെ പറയുന്നുണ്ട്. എടുത്ത് കാണിച്ചു തന്നു ഇന്നലെ എല്ലാവർക്കും. 2 ദോശയും ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത്, നിൻ്റെ വീട്ടിൽ നീ കൊണ്ടുവന്നതാണോ? ഞങ്ങൾക്ക് 3 ദോശ. അപ്പോൾ അവളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അതിലോട് പറയുന്നുണ്ട്, എന്തിന് യവന്മാരൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, 2 ദോശ കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ 1 കഴിച്ചാൽ പോരെ എന്നൊക്കെ പറയണം. അത് ഒരു കണക്കിന് അനുമോള് പറയുന്നത് വളരെ മോശമാണ്. ഓരോരുത്തർക്കും വിശപ്പ് ഓരോ രീതിയിലാണ്. കഴിക്കുന്ന ആഹാരത്തിന് കണക്ക് പറയുക, അതിൽ അവർ പറയുന്നുണ്ട് ആഹാരത്തിന് കണക്ക് പറയുക, ഇത് കഴിച്ചാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അനുമോളെ ഇഷ്ടത്തിന് നടത്താനല്ല ബിഗ് ബോസ് നടത്താൻ അല്ലേ? അനുമോളുടെ ഇഷ്ടങ്ങൾ നടത്താനോ അനുമോള് പറയുന്നത് നടത്താനോ അല്ല ബിഗ് ബോസ്. ബിഗ് ബോസിൻ്റെതായ കുറച്ച് കാഴ്ച, പിന്നെ ഓരോരുത്തർക്ക് ഫേവർ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അനുമോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് കളിക്കുക. വെറുതെ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് കരഞ്ഞ് നുണയുണ്ടാക്കി വഴക്കുണ്ടാക്കി കൂട്ടിത്താലേ അതൊന്നും ഇല്ലാണ്ട് നല്ല മിടുക്കിയായിട്ട് കളിച്ചാൽ അനുമോള് നല്ലൊരു ഗെയിമറാണ്. ടോപ്പ് 10 ടോപ്പ് 5 വരുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്രയും വരുന്നില്ല. പിന്നെ അതിന് വേറെ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അതിനകത്ത് കയറി വരാനായിട്ടൊക്കെ. എന്നാലും അനുമോള് മോശം കണ്ടന്റ് എന്നല്ല പറയുന്നത്. അവള് നല്ലൊരു എന്ത് പറയാനായിട്ട് ഇങ്ങനെ പാറി പറന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നു പോവാം, അല്ലാതെ ഒരു കളിക്കാൻ. എന്തായാലും സംസാരിക്കുന്നിടത്ത് ക്യാമറ പോകുന്നുണ്ട് ചേച്ചി. എന്തായാലും ബിഗ് ബോസ് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് എന്തായാലും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല കണ്ടന്റ് കൊടുക്കണമെന്ന് മാത്രമേ ഇപ്പൊ എന്തായാലും പ്രേക്ഷകര് കാണുന്നേ. അവള് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല കണ്ടന്റുകൾ കണ്ട് അവർക്ക് പ്രവർത്തിക്കാനും പറ്റും. പക്ഷേ ഇല്ല, ഒന്നുകിൽ ആര്യൻ്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാ ആര്യൻ്റെ വഴിക്ക് വിടുക അല്ലേ? ആര്യൻ നല്ലതാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ആര്യൻ്റെ ബിഹേവിയറൊക്കെ വളരെ മോശം തന്നെയാണ്. പിന്നെ ആര്യന് വാതുറന്ന ഇംഗ്ലീഷേ അറിയാവൂ, അനുമോൾക്ക് നല്ല പച്ച മലയാളവും. അപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് മനസ്സിലാക്കാമല്ലോ. ഇതിലറിയാൻ പറ്റാത്ത കുറേ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് കാണണ്ട 7ൽ ആർക്കെങ്കിലും നിങ്ങൾ വിജയികളെ ഇപ്പോഴേ അങ്ങ് കൊടുത്തങ്ങ് വിടുന്നതായിരിക്കും. ഒന്നും സത്യം പറഞ്ഞാൽ നിലവാരമില്ല. ഇപ്പം വന്നേക്കുന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നേക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, എനിക്ക് അയാളെ പേര് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. സാബു മോനാണോ? സാബു മോനല്ല, അവരല്ല. ഓ, അവൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്. അനീഷിനോട് ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നു, ചുമ്മയല്ല നിന്റെ ഭാര്യ നിന്നെ കളഞ്ഞിട്ട് പോയത്. ഉടനെ മറ്റേ ലക്ഷ്മി പുതിയ വയൽക്കാടായിട്ടുള്ള പുള്ളിക്കാരൻ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവള് പറയുന്നുണ്ട് വേറെ ആരും സംസാരിക്കുന്നത്, ഇവ മാത്രമേ ഉള്ളൂ വളരെ ബോറായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ വന്നതിൽ. പുള്ളിക്കാരൻ ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മാന്തി പൊളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാരും കൂടെ കയറി എന്തെങ്കിലും ചെയ്യില്ലേ? അതെ, നീ പറയുന്നേക്കെ കൊള്ളാം, തിരിച്ച് ഇതുപോലെ കിട്ടുമ്പോ വാങ്ങിച്ചോണ്ട് അവിടെ ഇരിക്കാൻ
ഡിവോഴ്സ്ഡ് ആണ്, അവനും ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അനീഷിനെ പറയുമ്പോൾ അനീഷിന് തിരിച്ച് പറയായിരുന്നു, പക്ഷെ അനീഷ് പറയുന്നില്ല കേട്ടോ, അതങ്ങനെ പറയുന്നില്ല. എന്തായാലും അടിപൊളി ബിഗ് ബോസ്. എന്തായാലും അനുമോള് നല്ല രീതിയിൽ കളിക്കട്ടെ. അതെ, എങ്കിൽ മേ ബി ചിലപ്പോൾ കുറച്ചൊന്നും ബെറ്റർ, ഒരു 80-90 ദിവസം വരെയൊക്കെ നിൽക്കുമെന്നൊരു വിശ്വാസം, ഒരു വിശ്വാസമേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ച് കളിക്കാരുടെ മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ. നല്ല രീതിയിൽ കളിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി, പക്ഷെ 50 ദിവസങ്ങൾക്ക് മുൻപേ ഷോയിൽ നിന്ന് ഔട്ടായി. അങ്ങനത്തെ ചരിത്രവും നമ്മളെ ബിഗ് ബോസിൽ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും എന്തായാലും നേരത്തെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ കണ്ടും മനസ്സിലാക്കി അനുമോള് നിൽക്കുവാണെങ്കിൽ നല്ലത്. നമുക്കും പറയാനുള്ളൂ. എന്തായാലും പുതിയൊരു അനാലിസിസുമായി വീണ്ടും വരേക്കും. ബൈ.